നെഞ്ചും വിരിച്ച് ജിമ്മിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഡേ ഏതാണെന്നറിയൂ? നമ്മുടെ ഇഷ്ട നടൻ്റെ സിനിമ FDFS കണ്ട് നെഞ്ചു വിരിച്ചിറങ്ങാൻ വേണ്ടി പോയിട്ട് ചമ്മി തിരിച്ചു വരേണ്ട അവസ്ഥകൾ നമുക്ക് ഉണ്ടായി കാണും. പക്ഷേ ജിമ്മിൽ ഈ ഡേ നെഞ്ചു വിരിച്ചിറങ്ങാമെന്നത് ഗ്യാരണ്ടിയാണ്. അതാണ് ചെസ്റ്റ് ഡേ. അത് ചെസ്റ്റ് ഡേ എന്ന് പേരുള്ളത് കൊണ്ടല്ല കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറയാം. അതിനു മുൻപ് ഇന്ന് ചെയ്ത വർക്കൗട്ട്സ് കാണാം. വാമപ്പ് കഴിഞ്ഞ് ആദ്യം ചെസ്റ്റിന് ചെയ്തത് പുഷപ്പ് 3 സെറ്റായിരുന്നു. നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്കൗട്ട് പോലെ ഒരു കിടിലം വർക്കൗട്ട് വേറെ ഉണ്ടോ ഗൈസ്? നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ബെഞ്ച് പ്രസ് ആയിരുന്നു. എല്ലാ വീഡിയോയിലും ഞാൻ മെൻഷൻ ചെയ്യാറുള്ള പോലെ പ്രോഗ്രസീവ് ഓവർലോഡ് മെത്തേഡ് തന്നെ. ലാസ്റ്റ് സെറ്റ് ബെയർ മാക്സിമം ലോഡിലും. അത് കഴിഞ്ഞ് പെക്ക് ഡെക്ക് ഫ്ലൈ ചെയ്തു. പിന്നെ ചെയ്തത് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആയിരുന്നു. ഇതുവരെ ഇവിടെ വന്നിട്ട് ചെയ്യാത്ത ഡംബൽ പുൾ ഓവറാണ് പിന്നെ ചെയ്തത്. മാക്സിമം വെയിറ്റിൽ ചെയ്താലും ചെസ്റ്റ് ഡേയിൽ ഒട്ടും ടയേർഡ് ആവുന്നില്ല. അതെന്താണ് ഗൈസ് കാരണം? ചെസ്റ്റ് വർക്കൗട്ട് തീർത്ത് ട്രൈസെപ്സ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം സീറ്റഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ചെയ്തു. പിന്നെ ലൈൻ ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ് ചെയ്തത്. ഫസ്റ്റ് ടൈം ആയിരുന്നു ഇവിടെ വന്നിട്ട് ഈ വർക്കൗട്ട് ചെയ്തത്. അടുത്തതായി ട്രൈസെപ്സ് ഓവർഹെഡ് എക്സ്റ്റൻഷൻ ചെയ്തു. ഇതും ഇവിടെ വന്ന ശേഷം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിവേ വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ വളരെ പ്രൊഡക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയ ഒരു ഡേ ആയിരുന്നു ചെസ്റ്റ് ഡേ. ഷോൾഡർ ആപ്സ് ഡേയിലും ലെഗ് ഡേയിലും വാടി തളർന്ന് ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന പലരും ചെസ്റ്റ് ഡേയിൽ ഇനിയും ഒരു 100 പേര് വീട്ടിൽ ഷെയറുകാർ എന്ന മഹാദീര ഡയലോഗ് പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്കൗട്ട് ഉഷാറായി.